ഇപ്പോഴത്തെ കല്യാണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കല്യാണത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര പ്രതീക്ഷയായിരിക്കും, ഇന്ന് എല്ലാവരെയും കാണണം, അതുപോലെ എല്ലാവരോടും സംസാരിച്ച് നമ്മൾ പെട്ടെന്ന് പോരും ചെയ്യണം. ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് നമ്മൾ ഇറങ്ങുന്നത്. പക്ഷേ അവിടെ എത്തുമ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മളോട് അവിടെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് അറിയും. നമ്മൾ ഓക്കെ, അത് കഴിച്ചിട്ട് അങ്ങോട്ട് കയറാം നമ്മൾ വിചാരിക്കും. അങ്ങനെ നമ്മൾ അവിടെ എത്തുന്ന സമയത്തായിരിക്കും ഒരുപാട് പേര് കഴിക്കുന്നുണ്ടാവും. അതിൻ്റെ പിന്നിൽ നമ്മളോട് നിൽക്കാൻ പറയും. അപ്പോൾ ഈ കഴിക്കുന്ന ആളും കംഫർട്ടല്ല, ഈ നിൽക്കുന്ന നമ്മളും ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും നമുക്ക്. കാരണം അവർക്ക് കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്വസ്ഥതയോടുകൂടി ആ ഭക്ഷണം കഴിക്കാനില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു, ഇതേ അവസ്ഥ തന്നെ നമുക്കും. അത്രയും നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളെ പിന്നാലെ വേറെ ആൾക്കാർ വന്ന് നിൽക്കും. ആ സമയത്ത് നമുക്കിത് കഴിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും നേരം നിന്നപ്പോൾ നമുക്കറിയാം നമ്മൾ ആ നിന്നൊരവസ്ഥ. അപ്പം എന്തെങ്കിലും കുറച്ച് കഴിച്ചെന്ന് വരുത്തിയിട്ട് നമ്മൾ എണീക്കാൻ നോക്കും. ആ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഫീല് വരും. അധികം ആൾക്കാരും പറയും ഇതിലും നല്ല നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കാമെന്ന്. ശരിക്കും നമുക്കങ്ങനെ തോന്നും. പേഴ്സണലി ഒരു തവണ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂറിലധികം നിൽക്കേണ്ട ഒരു അവസ്ഥ വന്ന സമയത്ത് ഞാൻ പുറത്ത് പോയിട്ട് കഴിച്ചു. കാരണം അത് അവരെ പ്രശ്നം കൊണ്ടല്ല. കാരണം നമുക്ക് അത്രയും നിന്ന് പിന്നെ നമുക്ക് എവിടെയും പോകണമെന്നുണ്ടെങ്കിൽ ആ ഫുഡ് കഴിച്ച് പിന്നെ എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ ആദ്യം അവരെ കണ്ട് സംസാരിച്ച് പിന്നെ ഫുഡ് വേണ്ടാ തോന്നിപ്പോവും. പക്ഷേ നമ്മൾ പണ്ടത്തെ കല്യാണങ്ങൾ അത് ഭയങ്കര രസമാണ്. അത് ഒരുപാട് ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ ഒരു നെയ്ച്ചോറും ചെറിയ എന്തെങ്കിലും ഒരു കറിയോ, പക്ഷെ അത് കഴിക്കാൻ ഭയങ്കര രസമാണ്. ആരും നമ്മളടുത്ത് വന്നിട്ട് ഇനി വേണോ ഇതൊന്നും ചോദിക്കാനില്ല. നമ്മുടെ അടുത്തൊരു ഫുഡ് കൊണ്ടുവന്ന് വെക്കും. അത് നമ്മളെ സമാധാനത്തിന് കഴിക്കുന്നു, പോകുന്നു. എനിക്കിഷ്ടം പണ്ടത്തെ ആ ഒരു രീതിയും നമ്മളുടെ കംഫർട്ടിനനുസരിച്ച് കുറച്ചാണെങ്കിലും അത് നമ്മളുടെ മുന്നിലുള്ള എടുക്കുക, കഴിക്കുക, നമ്മൾ എണീറ്റ് പോവുക, മറ്റുള്ളവർ വരിക, അവരും അവരെ ഇഷ്ടത്തിന് കഴിക്കുക. ഞാൻ കല്യാണത്തിന് പോയപ്പോൾ ഉണ്ടായ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവാം.